ജഗതി ശ്രീകുമാർ സാറൊക്കെ ആയിട്ട് ജഗതി സാറുമായിട്ട് അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെ? അതിലില്ലെങ്കിലും പ്രിയത്തിലുണ്ട്, മീശമാധവനിലുണ്ട്. നമ്മൾ കുറെ 2-3 പടത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മീശമാധവനിലൊക്കെയാണ് നല്ല കണക്റ്റഡ് ആയിരുന്നു പുള്ളിയായിട്ട്. പുള്ളി അന്നൊക്കെ മീശമാധവൻ അഭിനയിക്കുന്ന സമയത്ത് 2 വർഷമായി പുള്ളി നാട്ടിൽ പോയിട്ട്. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ പുള്ളി നമ്മള് കുറച്ച് ക്യാഷ് തന്നു വിടും, അപ്പോൾ കൊടുക്കാൻ വേണ്ടി ഫാമിലി വന്ന് കളക്ട് ചെയ്ത് വന്നൊക്കെ അങ്ങനത്തെ ഓട്ടത്തിലായിരുന്നു പുള്ളി. അത്ര തിരക്ക്. അതെ, പുള്ളി അത്ര ഓട്ടത്തിലായിരുന്നു. 2 വർഷം വീട്ടിൽ പോയിട്ട്. അത് വേറെ ഒന്നല്ല, ഞാൻ ലിറ്ററലി കണ്ടിട്ടുണ്ട്. നമ്മളൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ 2 വണ്ടി വന്ന് കിടക്കും. അടുത്ത ലൊക്കേഷനിൽ നിന്ന് 2 വണ്ടി വരും. ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡേറ്റ് കൊടുത്ത വണ്ടിയും, മറ്റേ വണ്ടി ഇനി ഡേറ്റ് കൊടുത്തൊരു വന്നില്ലെങ്കിൽ കൊണ്ടുപോയാലോ എന്ന് പറഞ്ഞിട്ട് വരുന്ന വണ്ടിയാണ് വേറെ. എന്തൊരു തിരക്കുള്ള മനുഷ്യനല്ലേ. അയ്യോ, അങ്ങനെ ഓടിയിരുന്ന ആളാ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മീശമാധവനിലാണെന്ന് തോന്നുന്നത്. ആ ലൊക്കേഷനിൽ 2 വണ്ടി വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അല്ല, ഇനി മറ്റേ വണ്ടി വന്നില്ലെങ്കിൽ നമ്മൾ വണ്ടി കയറി അവിടെ ഷൂട്ട് ചെയ്യാൻ. വീട്ടിലേക്ക് തരാൻ വേണ്ടി ക്യാഷ് വന്നു സമയത്ത് വീട്ടിൽ നിന്ന് അവര് വന്ന് ഡ്രൈവർ വന്ന് കളക്ട് ചെയ്യും. അല്ല, അതാണ് പറഞ്ഞത്. അത് പുള്ളിയായിട്ട് അന്ന് ഇപ്പോഴും ഞാൻ പുള്ളി വയ്യാതെ എപ്പോഴും 2-3 പ്രാവശ്യം വീട്ടിൽ പോയിട്ടുണ്ട്. എപ്പോഴും അപ്പം പുള്ളി അങ്ങനെ ഇരിക്കുമ്പോഴും ചോദിക്കും, ഡ്രൈവറോ അല്ലെങ്കിൽ മാനേജർ ആരെങ്കിലും ഇവനെ മനസ്സിലായെന്ന് നോക്കുമ്പോഴത്തേക്കും നോക്കിയിട്ട് തലയാട്ടും. അറിയാം. ഇനി ഞാൻ ഈ സൈക്കിളിലൊക്കെ അഭിനയിക്കാൻ പോയപ്പം പുള്ളിയാണ് എനിക്ക് മുരളി സാറിനെയൊക്കെ പരിചയപ്പെടുത്തി. ഇവനെ അറിഞ്ഞൂടെ, നമ്മൾ കൊച്ചിറക്കം പണ്ട് ചക്രശൂരിൽ പോയെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തൊക്കെ ബോംബെയില്. അതൊക്കെ എനിക്ക് എവിടെ വെച്ച് കണ്ടെന്നാലും ഭയങ്കര സ്നേഹമായിരുന്നു.